തീരുമാനം ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല. നാളെ 12 മണിയോടുകൂടി അറിയിക്കാമെന്നാണ് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, നിയമത്തിൽ വിശ്വാസമുണ്ട്, നീതിന്യായം നടപ്പിലാക്കുന്നു തന്നെയാണ് ശുഭപ്രതീക്ഷ. ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസം വെച്ച് തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അതെ, നമുക്ക് ഇത്രയും ദിവസം തിരുവനന്തപുരം നഗരസഭയോ അതേപറ്റിയുള്ള ഓഫീസർമാരൊന്നും തന്നെ നമ്മുടെ ഭാഗം കേൾക്കാനായി തയ്യാറായിരുന്നില്ല. പക്ഷെ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ വളരെ ക്ലിയർ ആയി നമ്മുടെ ഭാഗം കേട്ടു. നമുക്ക് പറയാനുള്ള എല്ലാം തന്നെ അദ്ദേഹം കേട്ടു. അപ്പോൾ വളരെയധികം വിശ്വാസമുണ്ട്, നമുക്ക് അനുയോജ്യമായൊരു തീരുമാനം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും പ്രചരണം തുടരും. കാരണം പാർട്ടി തീരുമാനം അങ്ങനെയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിന്റെ ചാർജുള്ള KPCC ഭാരവാഹിയുണ്ട്, അദ്ദേഹം പറഞ്ഞു. മറ്റൊന്നുമില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ പറയുന്നത് പോലെ വൈഷ്ണവ്ക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിൽ CPM ഈ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് നേരിടാൻ കോൺഗ്രസ് പാർട്ടിക്ക് അറിയാം. കോൺഗ്രസിന്റെ ഞങ്ങളുടെ തന്നെ വക്കീൽ മൃദുലേട്ടൻ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ശക്തമായി ഇവിടെ ആ കാര്യത്തിൽ ഹാജരായിട്ടുണ്ട്. നമ്മുടെ വേർഷൻ വളരെ മനോഹരമായി പറയും. ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് ഒരു ഘട്ടത്തിൽ പോലും കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഈ വൈഷ്ണയെ പോലും ഒന്ന് കേൾക്കാൻ, പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് കേൾക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷെ വളരെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് വൈഷ്ണയുടെ വേർഷൻ കേട്ടു, നമ്മുടെ കൗൺസിൽ പറഞ്ഞ കൗൺസിലിന്റെ വേർഷൻസ് കേട്ടു, പരാതിക്കാരനെയും കേട്ടു. ഈ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ അവിടെ നമുക്ക് തന്നെ ഏറെ പ്രയാസം ഉണ്ടായിരുന്ന കാര്യം, കോർപ്പറേഷനിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥർ അവരവരുടെ രാഷ്ട്രീയ ഇടപെടൽ അതിനകത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന ഇത്തരം ആരോപണങ്ങൾ, ഇത്തരം പ്രയാസങ്ങളൊക്കെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി കഴിയുമ്പോൾ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വേണം പരാജയപ്പെടുത്താൻ. അല്ലാതെ ഇന്നലെ ജില്ലയുടെ CPMന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് കേട്ടു, ഞങ്ങൾ രാഷ്ട്രീയപരമായി ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ഞാൻ സഖാവ് ജോയിയോട് ചോദിക്കുകയാണ്, അവിടെ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ CPMന്റെ ഇടപെടലല്ല എന്നുണ്ടെങ്കിൽ പരാതിക്കാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആരാണ്? അവിടുത്തെ മുൻ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിന്റെ പുറകെ നിൽക്കുന്നത്. അപ്പോൾ ജെന്യുവിനായി ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ സമർപ്പിക്കേണ്ട മുഴുവൻ ഡോക്യുമെന്റ്സും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയേണ്ട വേർഷൻ ഇലക്ഷൻ കമ്മീഷൻ കേട്ടിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം നാളെ 12 മണിക്ക് മുമ്പേ അറിയിക്കുമെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ മറ്റു പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അഖില കോർപ്പറേഷനിൽ വേറെ എവിടെയും സമാന പരാതികളില്ല. ഈ പരാതിക്കാരൻ പറയുന്നത് ഇത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആ പ്രദേശത്ത് താമസക്കാരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള പരാതി അല്ല. അവിടെ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പരാതിക്കാരന്റെ വീട്ടിൽ 25ഓളം പേരുടെ വോട്ട് ചേർത്തിട്ടുണ്ട്, 28ഓളം പേരുടെ വോട്ട്. അത് അദ്ദേഹം ഇന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ആ പരാതിക്കാരന്റെ വീട്ടിൽ അയാളുടെ സെയിം അഡ്രസ്സിൽ 25 പേരുടെ വോട്ടാണ്. അത് കള്ളവോട്ടാണോ അല്ലേ എന്നുള്ളത് അദ്ദേഹം ആദ്യം പറയട്ടെ. എന്നിട്ട് അതിന് CPM കൂടെ മറുപടി പറയട്ടെ. അദ്ദേഹം CPMന്റെ ബ്രാഞ്ച് മെമ്പർ കൂടിയാണല്ലോ. അപ്പൊ അത് CPM ഇടതുപക്ഷം അതിനൊരു മറുപടിയും കൂടെ പറയട്ടെ. ബാക്കി നമുക്ക് പിന്നീട് നോക്കാം. എന്തായാലും സ്ഥാനാർത്ഥിയോടൊപ്പം കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി വളരെ സജീവമായി വോട്ട് പിടിക്കാൻ ജനങ്ങൾക്കിടയിൽ, മുട്ടടയുടെ ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാവും. ഇതിൽ പറയാനുള്ള ഒരു കാര്യം, ഒക്ടോബർ 31 തീയതി കൂടിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നത്. 5-ാം തീയതി, അതായത് നവംബർ 5-ാം തീയതിയാണ് ഇത്തരത്തിലൊരു പരാതി കോർപ്പറേഷനിലേക്ക് എത്തുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു പരാതി പോലും. ഡിലീഷൻ, പേര് ഡിലീറ്റ് ചെയ്തിട്ട് അതിന്റെ ഡോക്യുമെന്റ് പോലും നമ്മുടെ കാൻഡിഡേറ്റ് നൽകിയിട്ടില്ല. വൈഷ്ണയുടെ വീട്ടിൽ 2 വോട്ടുകൾ, അതുൾപ്പെടെ 6 വോട്ടുകൾ, ഒരു കുടപ്പനക്കുന്നിലേക്ക് മാറിപ്പോയി രാജ്യം. ഞാൻ പരാതിക്കാരോട് സംസാരിച്ചുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ 6 വോട്ടുകൾ അവിടെ താമസക്കാരല്ല, അതുകൊണ്ടാണ് പരാതി നൽകുന്നതെന്ന് അവർ പറയുന്നത്. അത് ఖండిക്കാൻ സാധിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്റേതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിട്ട് അതിന്റേതായിട്ടുള്ള തീരുമാനം നാളെ അറിയാം.